ആ ലാസ്റ്റിലേക്കല്ല, ഇങ്ങോട്ട് വാ വന്ന് കയറ് പരിപാടി തുടങ്ങി. വാ, മൂപ്പര് നല്ല ഒരുപാട് മിമിക്രിക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അല്ല, ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് ഉഷാറാക്കണം. വടിവെള്ളം വയ്ക്കാം. ഓ, അത് ശരിയാക്കി തരാം. ഓക്കെ. ഹലോ, ഞാന് ചെറിയൊരു മെമ്മക്രി എടുക്കാൻ വേണ്ടിയാണ് ഇവരോട് ചാൻസ് വെച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്, മലപ്പുറത്താണ് പേര്. അവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് പാലശ്ശേരി, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വെച്ചാൽ പഞ്ചായത്ത് മേള നടത്തുന്നത് ഞങ്ങളുടെ നാട്ടിൽ, അതിൽ മെമിക്രിയിൽ എനിക്കാണ് സെക്കൻഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പരിപാടി ഉണ്ടെന്നുള്ളതിൻ്റെ പോസ്റ്റർ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ അന്വേഷിച്ച് ബന്ധപ്പെട്ട് വന്നപ്പോൾ കമ്മിറ്റിയിൽ കുറച്ച് 2-3 ആൾക്കാരെ കണ്ടപ്പോൾ പോലും പറഞ്ഞു ഇങ്ങനെ വില കണ്ടോളി പറഞ്ഞ് ഞാനൊരു 3 മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തിയാണ്. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടത്. പഞ്ചായത്ത് മേള സെക്കൻഡ് എനിക്കാണ്. കുറെ പേരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, 2 ആൾക്കാർ, ഞാനും കുഞ്ഞേമ്മോ. ഫസ്റ്റ് ഓനും സെക്കൻഡ് എനിക്കും. അതിൻ്റെ ശരിക്ക് കല്ലിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പം വെച്ചാൽ ഈ ഭാഗത്തേക്കൊക്കെ പരിപാടിക്ക് എന്ന് കഴിഞ്ഞാൽ സിനിമൻ്റെ ഒക്കെ ആൾക്കാർ കുറേ ഉള്ളൊരു ഏരിയയാണിത്. അപ്പോൾ സംവിധായകർ പോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമയിലേക്കൊക്കെ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതെ ഞാൻ മെയിനായിട്ട് ചാൻസ് വെച്ചത്. പഞ്ചായത്ത് മേള സെക്കൻഡ് അല്ലേ? എല്ലാവരും ഒരു നിറഞ്ഞ കൈയ്യടി ആകട്ടെ നമ്മുടെ. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഗൾഫ് പോയി, ആ ക്യാപ്പിലാണ് ഈ കോട്ടൻസിനും പിഷാരടൊക്കെ അടിച്ച് കയറിപ്പോയത്. ഞാൻ ആ പോക്ക് പോണി ഇപ്പൊ സിനിമ എത്തിണ്ടാവും. ശരി, ഗൾഫിൽ ഏടിയാണ്? ഞാനും ഗൾഫിലൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ്. നിങ്ങൾ എവിടെയെന്ന്? ഞാന് ദമാമില. ഞാൻ ഏതോ ഒരു ഗുദാമില് നമ്മൾ കാണാഞ്ഞ്. ഞാൻ ആദ്യമായിട്ട് ഗൾഫ് പോയപ്പോ എൻ്റെ അച്ഛമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പോണ സമയത്ത് അച്ഛമ്മ കുറച്ച് അരിയും പൂവൊക്കെ ആയിട്ട് വന്നിട്ട് 5-6 വട്ടൊക്കെ ഒഴിഞ്ഞിട്ട് പറഞ്ഞ് എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല. തള്ള പറഞ്ഞ മാരത്തിന് 1.5 കൊല്ലം നിന്ന് ഒന്നുമില്ലാതെ വന്ന് ഏകദേശം പിന്നാണ്ട് പോയിട്ടില്ല. അച്ഛമ്മ പെടുന്ന ഈ ഭാഗത്താണ് അച്ഛമ്മൻ്റെ തറവാട്. ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഈ ഏരിയയില്ല. അച്ഛമ്മ കണ്ണ് സൂക്കടായിട്ടില്ലേ, കണ്ണ് കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ അച്ഛമ്മ കണ്ണ് കാണിച്ചു കൊടുത്ത് ഡോക്ടറെ കാണിക്കൽ ആ നരമ്പൊക്കെ പരിശോധിക്കാൻ വേണ്ടി ടോർച്ചടിച്ച് ഇങ്ങനെ കണ്ണൊക്കെ നോക്കുക. അപ്പം അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല കുട്ടിയെ അണക്കിൻ്റെ അത്രയും കണ്ണ് കാണൂലേ എന്ന്. എന്താ പറയുക, അങ്ങനത്തെ ഒരു അച്ഛമ്മയുന്നത്. ആ അച്ഛമ്മൻ്റെ കാലം കഴിഞ്ഞ് ഏതായാലും ഞാൻ പഞ്ചായത്ത് മേളയിലാക്കി എനിക്ക് ആ സെക്കൻഡ് കിട്ടിയ 2-3 ഐറ്റംസ് എടുക്കാൻ പോണത്. ഒന്ന് കൈയടിച്ചോളൂ. ഒന്ന് കയറി വന്നപ്പോഴുള്ള മാരില്ല, ഇവിടുന്ന് അങ്ങോട്ട് വെക്കുമ്പോൾ കൈയും കാലും പറക്കുന്നുണ്ട്. ഇന്ന് ഉറക്കം അടിച്ചോളിട്ട് നമ്മളെ ശിങ്കാരിമേളം തമ്പോലൊക്കെ ഇല്ല, ആ വലിയ ചണ്ടല്ല ബും ബും എന്നടിക്കണേ, അതിൻ്റെ മ്യൂസിക് എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. ആ ഐറ്റംസ് എടുക്കാൻ പോണത്. ആ മുട്ടിനനുസരിച്ച് കൈ അടിച്ചോളിട്ട് എല്ലാവരും ഉറക്കം അടിച്ചോളി. എല്ലാ ദിവസം ഒച്ച കൂട്ടിക്കോളി. അടുത്ത മരുന്ന് നോട്ടെ, കൈ അടിച്ചോളിട്ടാ. ഈ ഐറ്റം കൊടുത്ത കൈമലൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ. നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വൈപ്പായി പോകും. ഈ ലൈറ്റിന്റെ ജനറേറ്റർ അവിടെ വെച്ചപ്പോൾ ഞാനാണ് ചാട്ടാക്കി കൊടുത്തത്. ഈ കയറുകൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് വലിച്ചിങ്ങാണ്ട് ചാട്ടാക്കലല്ലേ. അപ്പൊ ഈ ജനറേറ്റർ ചാട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണം. ആയിക്കോട്ടെ, ചാട്ടാക്കാണേ. ചാട്ടായിട്ടില്ല, ചാട്ടായാലും കൈ അടിച്ചോളിട്ട. കൊല്ലിയിൽ വളഞ്ഞായിട്ട് വേജാറോണ്ട കിട്ടാത്ത കയറി വന്നപ്പോഴുള്ള മാതിരിയല്ല. കൈ അടിച്ചോളിയാ. ഇതിങ്ങനെ ഓടിയോട് നിൽക്കുമ്പോ ലെയർ കുടിക്കിട്ട് ഓഫാവുമ്പോ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി, എല്ലാരും അടിച്ചോളി. അപ്പോൾ ഡ്രസ് ഇട്ടാ ചെറുക്കല്ലേ, ചെറുച്ചാക്കി കിട്ടൂല, ചെറുച്ചാലേക്ക് കിട്ടൂല. അറിയാ ഇനി എടുക്കാൻ പോണെച്ചാല് ഈ ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ പോണേ. ഈ നാളികേരല്ലേ, നാളികേരം ചിരവുമ്പോൾ ഒച്ചല്ലേ, തേങ്ങ ചിരവുമ്പോൾ ഒച്ച. തേങ്ങക്ക് ഭയങ്കര വില, എന്നാലും കുഴപ്പമില്ല. ശബ്ദം പറ, നമ്മുടെ നാട്ടുകാർക്ക്. ഞങ്ങള് മലപ്പുറത്ത് കൂറ്റെന്നാ പറയാ. ഞാൻ പിന്നെ നന്നാക്കി. അപ്പൊ ചില തേങ്ങ ചിരവുമ്പോൾ അങ്ങനെ അറിയാം.
ഇങ്ങനെയുണ്ടായ ഇത് ചെരുവി രണ്ടിടത്തും പൊച്ച മാറും. ആ നേരത്തെ എന്നെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെലവല്ല. അതെങ്ങനെ അറിയാം? ഒറ്റയറ എപ്പോഴെങ്കിലൊക്കെ പോണതാ പോരല്ലേ. നീ പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ. ഇപ്പത്തെ കുട്ടികളൊന്നും കണ്ടിണ്ടാവില്ല മരത്തിന്റെ കപ്പി. ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോഴുള്ള ചെറിയ ഒച്ച എടുക്കാൻ പറയല്ലേ, കോരുക പറയാ ഇവിടെ. കോരുക, വെള്ളം കോരുക. എങ്ങനെയായാലും വെള്ളം കിട്ടിയാ പോരെ, അത് മതി. അല്ല മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ആ എങ്ങനെ അറിയാ? ഇങ്ങനെയുണ്ടായ പക്ഷേ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായ ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. എടുക്കാൻ പോണില്ല. നമ്മള് സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാലേ അവിടെ ഈ മരണക്കിണറിൽ ബൈക്ക് ഇങ്ങനെ പോകൂലേ. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ ലോക്കൽ വണ്ടിയാണ്. കൈയടിച്ചോളിട്ടോ, ലേസർ ഡിലേറ്റ് വളിട്ടോ, വണ്ടി ലോക്കലാണ്. കൈയടിച്ചോളി അങ്ങനെ നിൽക്കല്ലേ, കൈയടിച്ചോളിട്ട് ഇടയ്ക്കാതാ ഒരു ബേജാറാണ് കേട്ടോ നോക്കുമ്പോ. ഓക്കെ, സൂപ്പർ, ഗംഭീരം. എന്തിനാ കരയണേ? ഇങ്ങനെ കൈയ്യടി കിട്ടില്ല, കിട്ടിയപ്പോ ഒരു സന്തോഷം അടിച്ചോളി. ഈ തൊപ്പിട്ട് ആകൂരം ഇറങ്ങുക. അതെന്താ ഞാൻ നോക്കുന്നത്? ഈ തൊപ്പി ഇങ്ങനെ ഇട്ട് എന്തിനാണ്? ഇന്ത്യക്കാര് മുടിയിട്ട് കൊളാക്കിയതാണ്. ഇപ്പൊ എല്ലാ ബാർബർ ഷാപ്പിൽ ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു പോലെ ഇന്ത്യയിൽ ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടോട്ടർക്ക് മനസ്സിലായില്ല, പൊട്ടടിച്ചാഞ്ഞ്. അപ്പൊ നിങ്ങള് ഇതിന്റെ മുടിവെട്ടിന്റെ കാര്യം പറയണല്ലോ. നിങ്ങൾക്ക് മുടിവെട്ടുന്ന വേണേ നിങ്ങളതിന് വെട്ടിത്തരാം. വളഞ്ഞോളി. ആ, കഴിഞ്ഞില്ല. ഇപ്പൊ മുടി വെട്ടല് കുറവാ. ഇപ്പൊ മെഷീൻ വെക്കല, ട്രിമ്മർ. അതെങ്ങനെ അറിയാം? ആയിക്കോട്ടെ. ഇങ്ങനെ ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി, ഉറക്കടിച്ചോളി. ഇന്നില്ലേ ഇനി എടുക്കാൻ പോണേച്ചല്ലേ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കൂലേ. ആ വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോണ്ടാകുന്ന ചെറിയൊരു ഒച്ച ഉണ്ട്. മുണ്ടാതെ നാലേ കേൾക്കുള്ളൂ. അതെങ്ങനെ അറിയാം? വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കും. ഒറ്റ മിനിറ്റ് അടിച്ചോളി, അടിച്ചോളി. നിങ്ങള് മുണ്ടില്ല, ഞാനല്ലേ ആള്. ഞാൻ എടുക്കാൻ പോണേച്ചല്ലേ, കഴിഞ്ഞ ലാസ്റ്റ് ഐറ്റംസ് ആണ് ഞാൻ എടുക്കാൻ പോണേച്ചാ. ഈ ഇന്ത്യയുടെ കുറെ കിളികളുണ്ട് കേട്ടോ. ഈ ആഫ്രിക്ക തത്ത കുറെ സാധനങ്ങളുണ്ട്. ഈ ആൺപ്രാവിന്റെ ഒച്ചി പെൺപ്രാവിന്റെ ഒച്ചി രണ്ട് രീതിയിലാണ്. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചത്. ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയോ? നിങ്ങള് പെരക്കുണ്ട് വരിങ്ങളെ കാണിച്ചു തരാന്ന്. ഇത് താറാവിന്റെ വെച്ച താറാവ്. ഇങ്ങനെ ഉണ്ടായ ഇതേപോലെ നമ്മൾ നേരം വെളുക്കാൻ നേരത്ത് കേൾക്കൂലേ കുയിൽനാദം, കിളി. അതെങ്ങനെ അറിയാം? കുയിലിന്റെ എടുക്കാൻ പോണേല്ല. ഞാന് നിങ്ങളവിടുത്തെ ഒരു മേശരി ആയിട്ട് എന്നെ അങ്ങനെ അടങ്ങാറാക്കണ ഒരു മേശരി. വാർപ്പിന്റെ പണിക്കില്ലേ, ബിൽഡിങ്ങിന്റെ പണിക്ക്. ഇവിടുത്തെ ചങ്ങായി മൂപ്പരാണ് മേശരി. മൂപ്പർക്ക് പണിയൊന്നും അറിയില്ല. എന്നെ കണ്ട് അടങ്ങാറാക്കുക. എക്സോബ്ലേറ്റ് തന്നുകാട്ട് എന്നോട് പറയും PVC പൈപ്പ് മുറിച്ചുവിട്, അലുമിനിയം ചാനൽ മുറിച്ചുവിട്, ഓരോന്നും മുറിച്ചുവിട് അറിയാം. അപ്പൊ എക്സോബ്ലേറ്റോട് നമ്മളൊരു PVC പൈപ്പ് മുറിക്കുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? പൈപ്പിന് തല പിടിച്ചോളി.
ഇങ്ങനെയുണ്ട് അയ്യാ, ഈ ബ്ലേഡോട് ഞാൻ അലുമിനിയം ചാലാണ് മുറിക്കണ, ഒച്ച മാറും, തല പിടിച്ചോളി. ഇങ്ങനെയുണ്ട് അയ്യാ, ഇത് പ്ലൈവുഡ് മുറിക്കാൻ എങ്ങനെ അറിയാം? പിടിക്കേണ്ട മാറിക്കാളി വീതിയുള്ളതാ. ഇങ്ങനെയുണ്ട് അയ്യാ, ഈ മുറിച്ചിട്ട് സാധനം നമ്മളെവിടെ കൊണ്ട് തുളച്ച് ഫിറ്റ് ചെയ്യില്ല, ഡ്രില്ലിംഗ് മെഷീന്. അപ്പൊ ഡ്രില്ലിംഗ് മെഷീനോട് തുളക്കുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? കഴിഞ്ഞ് ലാസ്റ്റത്തെ ഐറ്റംസ് ആണ്. ഇന്ന് രാവിലെ പല്ല് വെച്ചോണ്ട് നോക്കുമ്പോൾ വലിയ ഓർമ്മയില്ലാതെ പാട്ടാടി പോയി. അപ്പൊ മനസ്സിലായി ഈ ജാസി ഗിഫ്റ്റ് പറഞ്ഞ പാട്ടുകാരില്ലേ, മൂപ്പര് വെച്ചാൽ എല്ലാവരും കൊടുക്കാൻ പറ്റും. എങ്ങനെ വെച്ചാല് നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി, അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അന്നക്കിൽ നീ എന്നിലെ വർണ്ണക്കര വേറി വന്നു, കന്നിക്കിൽ നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കുടത്ത് അമ്പിളി കോവിൽ മുല്ലക്കതിരന് പാടി കണ്ണിതിരതുള്ള ഭവാനക്കാവിൽ. കഴിഞ്ഞ് ഇഞ്ഞെടുക്കാൻ പോണ വെച്ചല്ലേ, ഒരു മോരുമളം കുടിക്കാൻ വേണ്ടി വൈകുന്നേരം നല്ല നേപ്പല്ല. ഇന്ന് രാവിലെയൊക്കെ ഒരു മഴ ഉണ്ടായിരുന്നു, പിന്നെ ചൂടെടുത്തിട്ട് എന്തൊരു ചൂടപ്പോൾ ഇടങ്ങേറായിപ്പോയി, സ്ലിപ്പായിപ്പോയി. ഞാൻ മോരുമളം കുടിക്കാൻ പോയപ്പോൾ അവിടുന്ന് മുളക് കിട്ടി. ഈ മുളക് കഴിച്ചിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ ഒരൊറ്റ മുളകുണ്ടായാൽ മതി ബാലുശ്ശേരിയുള്ള എല്ലാവർക്കും നാളെ മുതൽ മിമിക്രി കാണിക്കാം. ഒരു സിമ്പിള് പരിപാടി. അതായത് മുളക് കഴിച്ചിട്ട് എരി വരുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ മതി. കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ സൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ എങ്ങനെയാന്നുള്ളത് കാണിച്ചു. അതായത് എരി വരുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ മതി. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറെ സൗണ്ട് വെരി സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വരെ പോയി ചെയ്ത് നോക്കാം. എങ്ങനെ അറിയാം? മുളകിൻ്റെ ചുവപ്പ് കണ്ടപ്പോഴേ ഉറപ്പ്, ഇത് എല്ലാം ശരിയാക്കുമെന്ന് ഇപ്പം മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷേ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളേ. നമ്മൾ മുളകടിച്ചിട്ട് നമ്മൾ തൊണ്ടയിലെ കൂടി കഴിഞ്ഞാലേ ആകെ ഒരു കരകരപ്പുണ്ടാവും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശ സാർ തൊണ്ടിട്ടും കാണിച്ചു നോക്കാം. മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ. അതിന് ഏത് ജാതി മുളകായിരുന്നു ഒരു പിടിയില്ല. അടിച്ചോളി. ഇങ്ങനെ ഉണ്ടായി. നമ്മൾ മുളകടിച്ചിട്ട് നമ്മളെ വയറിനുള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോട്ട സ്ഥലത്തേക്ക് ഓടിപ്പോകും തോന്നും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദ സാറ് സൗണ്ട് കിട്ടും. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയോ VS അച്യുതാനന്ദ സാറ് സൗണ്ട് കിട്ടും. കാണിച്ചു തരാം. മുളകിൻ്റെ ചുവപ്പ് കണ്ട് കഴിച്ചപ്പോൾ അണ്ടകടാഹം വരെ കാളിപ്പോയി അടിച്ചോളി. ഇനി വേദിയിൽ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിരുന്ന ഈയിടെ അന്തരിച്ച നമ്മുടെ VS അച്യുതാനന്ദൻ സാറ് നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പോണത്. ഇതുവരെ കാണിച്ചതൊന്നും ഞാൻ കാണിക്കാൻ പോണതൊന്നും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മിമിക്രി ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഏട്ടാ ഒരു പാട്ട് VSന്റെ ഒരു പാട്ട് ഇട്ടോളി. ചേട്ടാ ആ പാട്ടൊന്ന് വെച്ചോളി.